ഹലോ മക്കളെ, അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇന്നൊരു ഫുൾ ലഞ്ച് പ്രിപ്പറേഷൻ ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. എനിക്ക് തീരെ വയ്യ എങ്കിലും ഞാൻ വിചാരിച്ചിന്ന് ലഞ്ച് ഉണ്ടാക്കാം. കാരണം ഇവിടെ ഗോക്കപ്പനും വയ്യ. അപ്പോൾ ഗോക്കപ്പനെ നോക്കുന്ന കാര്യം അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്ക് അവനെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും വയ്യ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലഞ്ച് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ചക്ക സീസൺ സ്റ്റാർട്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ചക്ക സീസൺ വരുന്നതിന് മുന്നേ ചക്ക പിടിക്കും കേട്ടോ. ഒടുക്കത്തെ ടേസ്റ്റുമാണ് ഞങ്ങളുടെ ചക്കയ്ക്ക്. തേൻ വരിക്കുക എന്നൊക്കെ പറയുമല്ലോ. വേവിക്കാനാണേലും കറി എന്താ പറയണ്ടേ, പഴുപ്പിക്കാനാണേലും ഒക്കെ ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചക്ക സീസൺ അങ്ങോട്ട് ആയി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീർന്നു പോകും. കാരണം ആവശ്യക്കാരേറെയാണ്, റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ വരുന്നവരും പോകുന്നവരും എല്ലാം കാണുമ്പോൾ ചക്കയുടെ കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ബന്ധുക്കൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു ചക്ക സീസൺ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലെ ചക്കയെല്ലാം കഴിയും കേട്ടോ. എനിക്കതൊരു സങ്കടം തന്നെയാണ്. ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുമാണ്. ഇപ്പോൾ ഇത് ആസ്വദിച്ച് കഴിക്കാൻ വേവിച്ച് 2-3 വട്ടം വേവിച്ചു. പക്ഷേ ഇപ്പോഴാണ് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടിയത്. പക്ഷേ അത് ഒന്ന് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് പനിയായിപ്പോയി. എങ്കിലും ഞാൻ കഴിച്ചു കേട്ടോ. പനിയാണെന്നൊന്നും നോക്കിയില്ല. ചക്കയൊക്കെ അടിച്ച് പിരിക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഞാൻ വെച്ചത് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. എങ്കിലും നമുക്ക് ചക്ക പ്രിപ്പറേഷനിലോട്ട് കടന്നാലോ? അതെ, ആദ്യം തന്നെ അമ്മ ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകി വാരിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് എന്താ പറയണ്ടേ, ഉണക്കത്തുള്ള ചക്ക ആയതുകൊണ്ട്, അതായത് ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ കുറച്ച് വേവാൻ കുറച്ച് വെള്ളം ഏറെ ഒഴിക്കണം കേട്ടോ. കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത്തിരി ഏറെ വെള്ളം ആദ്യം ഒരു തവണ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് വേവിക്കാൻ വെച്ചായിരുന്നേ. പിന്നെ എനിക്ക് അടുക്കി പിടിക്കുന്ന പോലെ ഒരു സ്മെല്ലടിച്ചു. അപ്പം ഞാൻ കുക്കർ വീണ്ടും തുറന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കേട്ടോ. ഇതേ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്കർ അടച്ച് വെച്ച് കേട്ടോ വേവിക്കാം. അതിന് ശേഷം തേങ്ങ തിരുമ്മി പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് വേറെ കുറച്ച് തേങ്ങയെന്ന് വെച്ചാൽ അത് വറുത്തിടാനാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 വിസിൽ അടിച്ചു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ വേവുണ്ട്. പിന്നെ ഗൈസ്, ഈ വിസിലിൽ ചാത്തൻ കയറിയെന്ന് തോന്നുന്നു. ഈ വിസിലിൻ്റെ അടി നിൽക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങ് ദൂരെ ഗോക്കപ്പനും അമ്മൂമ്മയും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അവസാനം ഞാൻ ഇതിനെ അടിച്ച് താഴോട്ടാക്കി കേട്ടോ. അതിന് ശേഷം ആ അരപ്പ് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകവും കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ച അരപ്പ് ഞാൻ ഇതിനകത്തോട്ട് തട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ, അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് അത് ഇപ്പുറത്തെ സൈഡിൽ സിമ്മിലിട്ടിട്ട് അരപ്പൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാൻ കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിച്ചു കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളി, കറിവേപ്പില, അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച കറിവേപ്പില കേട്ടോ. പിന്നെ വറ്റൽമുളകൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഇട്ടിട്ട് നമ്മുടെ തേങ്ങയും കൂടെ തട്ടിയിട്ട് ഒരു ലേശം ഉപ്പൂടിടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മൂക്കുന്ന പോലെ എനിക്കെന്തോ ഒരു തോന്നൽ. അങ്ങനെ ഞാൻ ലേശം ഉപ്പൂടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോട്ടിച്ചു എന്ന് പറയാൻ അവിടെ താമസക്കാരും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ആ പുള്ളി എപ്പോഴെങ്കിലും വന്നാലായി വീട് അടച്ചൊക്കെ ഇട്ടേക്കും. അവരിത് യൂസ് ചെയ്യത്തൊന്നുമില്ല, കുക്ക് ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പറിച്ചതാട്ടോ. തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ തേങ്ങ നമ്മുടെ അരപ്പ് വെന്ത ചക്കയിലേക്ക് തട്ടി, ഞാൻ ചക്കയിൽ ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ. ഉപ്പായിട്ടല്ല, മറ്റേ അരപ്പ് കഴുകിയ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് കലക്കി അങ്ങനെ കേട്ടോ ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കുറച്ച് പണികളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇനി അത് മാറ്റി വെക്കാം കേട്ടോ. അടുത്തത് നമ്മൾ മീൻകറി. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കൊച്ചുള്ളി, കൊടമ്പുളി, പിന്നെ ഇത് മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി കേട്ടോ. ഏകദേശം എൻ്റെ ഒരു ഊഹ ശരിയാണ്, ഒരു 1.5 ആഴ്ചക്കുള്ളായി കേട്ടോ മീൻ കിട്ടിയിട്ട്. ഇന്നലെ ഞാനത് കായംകുളം ടൗണിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നേ. വായിക്കൊന്നും ഒരു രുചിയില്ലെങ്കിലും മീൻ കൂട്ടാൻ ഭയങ്കര കൊതി കേട്ടോ. അപ്പോൾ കേരയാണേ, അത് വെട്ടി അവർ തന്നു. പിന്നെ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് ഞാൻ കുറച്ചുകൂടെ ചെറിയ പീസൊക്കെ ആക്കി കേട്ടോ. അതിന് ശേഷം നമ്മുടെ പതിവ് ഉള്ള പഴകിയ ചട്ടി എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ചില സമയത്ത് ഞാൻ കടുക് പൊട്ടിക്കും. ഒരു കോട്ട് വന്നേ കേട്ടോ. ചില സമയത്ത് ഞാൻ കടുക് പൊട്ടിക്കും. ഇന്ന് ഞാൻ കടുക് പൊട്ടിച്ചില്ല, കടുക് എടുക്കാൻ മറന്നുപോയി. അതിന് ശേഷം കൊച്ചുള്ളി ഒരുവിധം മൂത്ത് വന്നപ്പോൾ കറിവേപ്പില ഇട്ട് കേട്ടോ. ഞാൻ അതിൻ്റെ തണ്ടോട് കൂടിയാണ് ഇട്ടത്. നല്ലൊരു ഫ്ലേവർ അല്ലേ ഈ കറിവേപ്പില ഇടുന്ന സമയത്ത്. പിന്നെ കൊത്തി എരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നല്ലൊരു മണമാണ്, അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതേ കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, അതുകൂടെ ഇതിനകത്ത് തട്ടിയിട്ട് നന്നായിട്ട് ആ പൊടി മൂപ്പിക്കുക കേട്ടോ. പൊടി മൂത്ത് കഴിയുമ്പോഴാണ് മീൻകറിക്ക് നല്ല ടേസ്റ്റ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ നമ്മൾ എളുപ്പപ്പണിക്ക് ചില സമയത്ത് അങ്ങനെ പൊടി മൂപ്പിക്കാനൊന്നും നിൽക്കത്തില്ലല്ലോ. പക്ഷേ മാക്സിമം പൊടി നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചൂടാക്കിയ പൊടിയിലോട്ടൊക്കെ തണുത്ത വെള്ളം ഒഴിക്കരുത്, അപ്പോൾ അത് ഒന്നുകൂടെ അങ്ങ് തണുത്തു പോകില്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതേ അപ്പുറത്ത് ചൂടാക്കാൻ വെച്ച വെള്ളം ഞാൻ ഒഴിക്കാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഉപ്പും നമ്മുടെ ഈ കുടംപുളി എൻ്റെ അമ്മ ഉണക്കിയതാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി, നല്ല പുളിയാണ്, നമ്മൾ വാങ്ങിയതല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതുകൂടി ഇട്ട് ആ കുടംപുളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടി കേട്ടോ. പിന്നെ ഉപ്പും ഒന്നിതാക്കി, ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ ഉപ്പ് കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ അച്ഛന് പ്രഷറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ചാണ് ഉപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ നന്നായിട്ട് ഉപ്പ് യൂസ് ചെയ്യും കേട്ടോ. അവിടെ കുറച്ച് നാൾ നിന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇവിടുത്തെ കറിക്കൊന്നും ഒട്ടും ഉപ്പില്ലാത്ത തോന്നും. ഇവിടെ നിന്നിട്ട് അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഉപ്പ് കഴിച്ചിട്ടിറക്കാൻ പറ്റാത്തൊരു രീതിയാണ് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ, ഇവിടെ അച്ഛനും കൂടി കഴിക്കേണ്ടതുകൊണ്ട്. അതിന് ശേഷം ഞാൻ നമ്മൾ തിളപ്പിച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. കുറച്ച് മീൻ കഷ്ണങ്ങളല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിക്കുക. അപ്പം നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിള വരും കേട്ടോ. തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇടാമല്ലോ. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കരുത്, മാക്സിമം എല്ലാവരും ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചട്ടിയുടെ സൈഡിലിരിക്കുന്നതൊക്കെ ഈ വെള്ളത്തിലോട്ടാവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് പിടിച്ചത് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമ്മുടെ കേരക്കുട്ടന്മാരെ പറക്കി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി മുങ്ങിക്കിടക്കുന്ന ഒരു രീതി ആക്കിയതിന് ശേഷം നമുക്കൊരടപ്പിട്ടങ്ങ് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക കേട്ടോ. പിന്നെ അതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വറക്കാനെടുത്ത് അതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ് ഇത്രയും ഉണ്ട് കേട്ടോ. പിന്നെ അതേ ഒരു കഷ്ണം നാരങ്ങ നീരൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പുരട്ടി ഒരു സൈഡിലോട്ട് അങ്ങ് വെച്ച് കേട്ടോ. നമുക്ക് ഇനി പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കണം, തട്ടിക്കൂട്ട് പുളിശ്ശേരി. അതിന് ശേഷം നമുക്ക് മീൻ വറക്കാം. അപ്പോൾ ഈ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ചേർക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. പിന്നെ അറിയാമല്ലോ, അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കട്ടെ, ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാനിത് പുരട്ടി ഒരു സൈഡിലോട്ട് വെച്ച് ഇപ്പോഴേ വറക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കാറില്ല, ആ നാരങ്ങ നീരിൽ തന്നെയാണ് ഇങ്ങനെ പുരട്ടി എടുക്കുന്നത്. വെള്ളം ചേർക്കുമ്പം വേറൊരു രീതി, വെള്ളം ചേർക്കാത്തപ്പോൾ വേറൊരു രീതി കേട്ടോ. അപ്പോൾ അത് ഞാനിത് ഇൻസ്റ്റയിലോ എവിടെയോ റീലിൽ കണ്ടതാണ് കേട്ടോ. ഇപ്പം നാരങ്ങ ഇല്ലെങ്കിൽ വിനെഗർ ഒഴിക്കും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ. ഇന്ന് ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല, നാരങ്ങ നീരിൽ തന്നെ അത് പുരണ്ട് കിട്ടി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലായിടവും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇതുപോലെ കുഴച്ച് അതിനെ മർദ്ദിച്ച് അങ്ങ് ഒരു സൈഡിലോട്ട് വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം ഞാനിതിൽ 1/2 കിലോ കേരയും വാങ്ങി, മത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ മത്തി ഇന്ന് എടുത്തില്ല, മീൻ ക്ഷാമമായിട്ട് നമുക്ക് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ച് അതിനെ ഫ്രീസറിൽ കയറ്റി. പിന്നെ നിങ്ങളുടെ അവിടെ മീനൊക്കെ കിട്ടുന്നുണ്ടോ? എല്ലായിടത്തും ഇവിടെ ക്ഷാമം കേട്ടോ. പിന്നെ അതേ പുളിശ്ശേരി ഞാൻ ജാറിൽ തൈരും ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ജീരകം കേട്ടോ. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തേ. പിന്നെ ഈ ചീനിച്ചട്ടി നേരത്തെ നമ്മൾ തേങ്ങ വറുത്ത അതേ ചീനിച്ചട്ടി കേട്ടോ, അതായത് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. പിന്നെ കടുക് പൊട്ടിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളി ഇട്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഗോക്കപ്പൻ്റെ എന്തോ കാര്യത്തിന് പോയി എൻ്റെ ഉള്ളി കുറച്ച് കരിഞ്ഞു പോയി ഗൈസ്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത് പഞ്ചസാര കേട്ടോ. ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവരുന്ന തൈരിന് അത്യാവശ്യം നല്ല പുളിയാണ്. അപ്പം പുളിശ്ശേരിക്ക് പുളി വേണം, എന്നാൽ അമിതമായാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര പിന്നെ അതേ ഈ മഞ്ഞപ്പൊടി ഞാൻ മൂപ്പിക്കും കേട്ടോ, അന്നേരം നല്ല മണമാണ്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ഉപ്പും ഞാൻ കുറച്ച് ഇട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന അതിനകത്തോട്ടങ്ങ് ഒഴിക്കും കേട്ടോ. ഉള്ളി കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ പുളിശ്ശേരി അതൊന്നും ബാധിക്കത്തില്ല. പുളിശ്ശേരിക്ക് ആ മഞ്ഞപ്പൊടി മൂത്ത മണവും പിന്നെ നല്ല ഉലുവാട മണവും ഒക്കെ തന്നെയാട്ടോ. പിന്നെ ആ ഉള്ളി നമ്മൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഉള്ളി അങ്ങ് മാറ്റി വെച്ചാൽ മതി. പിന്നെ അതേ ഉപ്പ് കുറച്ചുകൂടെ വേണമായിരുന്നു. എന്നിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ കൂടെ യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പുളിശ്ശേരിയാണ്. ഇത് ഇന്ന് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ നാളെ എടുക്കുന്ന കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതാണ് തട്ടിക്കൂട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ പുളിശ്ശേരി ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയ്ക്കുള്ള നമുക്ക് മീനൊന്ന് ചെക്ക് ചെയ്യാം.
മീൻ നല്ല തിളയ്ക്കുന്നുണ്ട്. കുറച്ചുകൂടെ വറ്റണം. ഇവിടുത്തെ അച്ഛന് ചാറ് കുറുകിയിരിക്കണം കേട്ടോ. ചാറിങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ചക്കയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ചാറ് വേണ്ടേ. പക്ഷേ എങ്കിലും അച്ഛൻ്റെ ഇതും കൂടെ നമ്മൾ പരിഗണിക്കുക. ഓക്കെ. അതിന് ശേഷം മീൻ വറക്കാൻ ഇടുക കേട്ടോ. മീൻ വറക്കാൻ അതെ ഒരു വാഴയിലയൊക്കെ വെച്ചിട്ടുണ്ട്. വാഴയിലയ്ക്ക് ക്ഷാമമൊന്നുമില്ല. പക്ഷെ കയ്യിൽ കിട്ടുന്ന വാഴയില തൊട്ടടുത്തുള്ളത് കുഞ്ഞതായതുകൊണ്ട് അതിൽ നിന്ന് പറിച്ചതാട്ടോ. പിന്നെ അതേ എല്ലാം കൂടെ നിരത്തി കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ അറിയാമല്ലോ, അതങ്ങ് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ മീൻകറി വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഉപ്പ് നോക്കേണ്ടതൊക്കെ ഈ സമയത്ത് നോക്കുക. ചാറ് ഇത്രയും മതി എന്നുള്ളവർ ഇവിടെ വെച്ച് നിർത്തുക. ഞാൻ ഇത്തിരി ചാറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കി അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് അതിൻ്റെ വെള്ളമൊക്കെ ഒരു ഇതൊന്ന് ഇങ്ങനെ വറ്റിക്കഴിയുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഇത് മൂപ്പിക്കാൻ ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി അവിടെ ഇരുന്ന കറിവേപ്പില എല്ലാം കൂടെ ഇതിൻ്റെ പുറത്തോട്ട് വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ. എല്ലാവരും ചക്കയൊക്കെ കിട്ടി തുടങ്ങിയോ എല്ലാവർക്കും? അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.